സൃഷ്ടിയുടെ ആരംഭം മുതലേ ദൈവം അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായി. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. ഇന്നത്തെ നല്ലൊരു ദിവസത്തിൻ്റെ എല്ലാ ആശംസകളും ദൈവാനുഗ്രഹങ്ങൾ ആദ്യം ഹൃദയപൂർവ്വം നേരുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് ഈ തിരുക്കർമ്മം വളരെ ദൈവകൃപ നിറഞ്ഞതായി എന്നാണ് ആശംസിക്കുന്നത്. കുറച്ച് വാക്കുകൾ പറയുന്നുള്ളൂ. ഇതാദ്യം നിങ്ങൾ ഒരു സാക്രമെൻ്റ് ആണെന്ന് മനസ്സിലാക്കണം, ഗൗരവം നമ്മൾ മനസ്സിലാക്കണം എന്ന് പറയാനാണ്. വെറുതെ ഒരു എഗ്രിമെൻ്റ് എഴുതപ്പെടുന്നതല്ല, ഒരു രജിസ്ട്രേഷൻ ഓഫീസിൽ പോയിട്ട് വിവാഹം ചെയ്യുന്ന പോലെയല്ല. ഇറ്റ്സ് എ സാക്രമെൻ്റ്. അതായത് ക്രിസ്തു കൂടി നിങ്ങളെ ഒന്നാക്കുന്ന, ക്രിസ്തുവിൽ നിങ്ങളെ ഒന്നാക്കുന്ന ദൈവികമായ കർമ്മമാണ് ഇത്. പരികർമ്മം ചെയ്യാൻ, തിരുക്കർമ്മം എന്ന നിലയ്ക്ക് പരികർമ്മം ചെയ്യാൻ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് അച്ഛനുണ്ടാകും. പിന്നെ തിരുക്കർമ്മത്തിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പരനും വധവുമാണ് ഒന്നാകുന്നത്. പരിശുദ്ധാത്മാവാണ് നിങ്ങളെ ഉന്നയിപ്പിക്കുന്നത്, ക്രിസ്തുവിലാണ് ഉന്നയിപ്പിക്കുന്നത്. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധമാണ് ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം. അപ്പോൾ സഭയുടെ ശിരസ്സാണ് ക്രിസ്തു എന്ന് പറയും. അതുപോലെ സഭയെ ചുളുവോ കറയോ ഒന്നും പറ്റാതിരിക്കാൻ തക്ക വിധം സ്വന്തം ജീവൻ കൊടുത്ത് വിശുദ്ധീകരിച്ചവരാണ് ക്രിസ്തു. അപ്പോൾ ജെറി ഷീനയെ സ്നേഹിക്കുകയും ജീവൻ കൊടുത്തുകൊണ്ട് സ്നേഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഷീന തിരിച്ച് വിധേയപ്പെടുന്നതും ബഹുമാനിക്കുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ജെറി ഇതുവരെയൊക്കെ സ്വന്തം തലയിൽ തീരുമാനിക്കും എന്താ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവർ ഷീനയും കുറേ കഴിയും. പക്ഷെ അതുപോലെ അല്ലേ നീ കൺസൾട്ട് ചെയ്യണം, രണ്ടുപേരെ സമ്മതത്തോടുകൂടി ചെയ്തു. അപ്പോൾ അത് തലമുറ കാര്യമാണ്. ഇനി സ്വന്തം ഇഷ്ടമല്ല, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടത്തിന് ബഹുമാനം കൊടുക്കാം, മുൻതൂക്കം കൊടുക്കാം. അതുപോലെ സാക്രമെൻ്റാന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മറക്കരുത്, ക്രിസ്തു നിങ്ങളുടെ കയ്യിലുണ്ട്. ക്രിസ്തുവിലാണ് നിങ്ങൾക്ക് വിവാഹം. ക്രിസ്തുവിനോട് ചോദിക്കാതെ, ക്രിസ്തുവിൻ്റെ മനോഭാവമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ അതൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എത്തിച്ച ഒന്നാണ്. അപ്പോൾ ദൈവം ഒന്നിച്ച് ചേർക്കുന്നതിന് മനുഷ്യൻ ഒരിക്കലും ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലങ്കയെ നീക്കണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് തലയിൽ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ചത് ദൈവമേ, അഭേദ്യമായ ഇവരെ ഒന്നിച്ച അങ്ങയുടെ പരിപാലനത്തിന് ഞങ്ങളെല്ലാം ചേർന്ന് പറയുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരായ കുടുംബ ജീവിതത്തെ
അനന്തമായ സ്നേഹത്താൽ പുരുഷനും സ്ത്രീയുമായ മനുഷ്യരെ സൃഷ്ടിക്കുകയും സൃഷ്ടികളെല്ലാവരെയും പങ്കാളികളാകുകയും ചെയ്ത കാരുണ്യവാനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സ്നേഹത്തിലും നിസ്വാർത്ഥമായ ആത്മസമർപ്പണത്തിലും അവിടുന്ന് ഞങ്ങളെ കാത്തുപരിപാലിക്കട്ടെ. വിശുദ്ധനായും അവയവങ്ങളും പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും പ്രീതികരവുമായ സജീവബലിയായി ദൈവത്തിന് സമർപ്പിക്കുവാൻ ഈ കൂദാശ ഞങ്ങളെ ശക്തരാക്കട്ടെ. സന്താന സൗഭാഗ്യവും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയുടെ കൂട്ടായ്മയുടെ കുടുംബം അഭിവൃദ്ധി പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതം അവിടുന്ന് ഐശ്വര്യപൂർണ്ണമാക്കുകയും നിങ്ങളുടെ ആശകളും പ്രതീക്ഷകളും അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ആവശ്യമേറെ സഹായിക്കുവാൻ നിരവധി സുഹൃത്തുക്കളെ ദൈവം നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. സ്വർഗീയ മണപ്പുറത്തെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ നിങ്ങളെ യോഗ്യരാക്കട്ടെ. നവദുരിതമായ നിങ്ങളെ ഈ തിരുക്കർമ്മത്തിൽ പങ്കുചേർന്ന